ഹായ് എവരിവൺ, ഇന്ന് ഞാൻ ബിഗ് ബോസ് 6മായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ബിഗ് ബോസ് 6 തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിരുന്നു കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. കാരണം നല്ല ഗെയിമേഴ്സ് ആരാണെന്ന് ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തോന്നിയത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം വീഡിയോ ഇട്ടിരുന്നില്ല. അതിനുശേഷം ഇന്നലെ 6 വൈൽഡ് കാർഡുകൾ കയറി ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. വൈൽഡ് കാർഡുകൾ കയറി പക്ഷേ വീഡിയോ ഇടാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇന്നൊരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു കാര്യം പറയാൻ തോന്നി. അങ്ങനെ 6 വൈൽഡ് കാർഡുകൾ കയറി. അതിലറിയാത്ത ഒരുപാട് പേരുണ്ട്, അറിയുന്നവരുമുണ്ട്. പക്ഷേ അതിലെനിക്ക് ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് അഭിഷേക് ശ്രീകുമാർ. എനിക്ക് പേഴ്സണലി ഇന്നലെ അയാളുടെ എൻട്രി കണ്ടപ്പോഴും അതുപോലെ ബിഗ് ബോസ് ഹൗസിൽ അയാൾ കയറി അതിനുശേഷം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പ്രൊവോക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴും അയാളുടെ ഒരു ഗെയിമിൻ്റെ രീതി കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നി ഇയാൾ കൊള്ളാം, ഇയാൾ നല്ലൊരു ഗെയിമറാണ്, എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് എപ്പിസോഡ് മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു. കാരണം ഒരു കമ്മ്യൂണിറ്റിയെ ഇഷ്ടമല്ല എന്ന് കരുതി വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അയാൾ നോമിനേഷൻ ടൈമിലും അല്ലാതെയും അഭിഷേക് ജയദീപിനോടൊക്കെ പറഞ്ഞത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്ത്രീകളും കുട്ടികളും വഴിതെറ്റിക്കുന്ന കമ്മ്യൂണിറ്റി, ആ ഒരു അർത്ഥത്തിൽ എന്തൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. വളരെ മോശമാണ് അഭിഷേക് ശ്രീകുമാർ. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. താങ്കൾ നല്ലൊരു ഗെയിമറാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ ഒരു ഗെയിമിനെ നശിപ്പിക്കുന്ന രീതിയിലായി പോയത് താങ്കളുടെ വാക്കുകൾ. അത്രയേ ഉള്ളൂ. താങ്ക് യു.